LDF ചർച്ച ചെയ്യും എന്നായിരുന്നു ജനറൽ സെക്രട്ടറി പറഞ്ഞത്. പക്ഷെ ചർച്ച ഉണ്ടായില്ല. അല്ല, ഇപ്പൊ പറയാനുള്ളത്, ഇപ്പൊ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് വരികയല്ലേ. ഒരുപാട് ചോദ്യങ്ങൾക്ക് പലതും ചോദിക്കാനുണ്ടാവും. CPIM ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്, CPIയുടെ രണ്ടു നേതാക്കന്മാർ, ജനറൽ സെക്രട്ടറി സഖാവ് രാജാവ് ഉൾപ്പെടെ ഇവിടെ വന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ അരമണിക്കൂറിലധികം സമയം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ സംസാരിച്ചെത്തിച്ചേർന്ന തീരുമാനം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIMന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യം. ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ, തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണോ നിൽക്കുന്നത്? ഇല്ല. അപ്പൊ എന്നെ പോലെ തന്നെ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ CPI CPIയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ, കേന്ദ്രീകരണം വിദ്യാഭ്യാസത്തിന്റെ, കച്ചവടവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ. ഈ മൂന്ന് കാര്യങ്ങളിലും CPMഉം CPIയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഇത് മൂന്നും അനുവദിച്ചുകൂടാ എന്നുള്ളതാണ്. അതിനെന്ത് പേരിട്ട് വിളിച്ചാൽ. ഇതിൽ കേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് സംഭവിച്ചതാണ്. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സാക്കി. അപ്പോൾ ആരൊക്കെ അതിനെ എതിർത്തു, ആരൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥ എതിർത്തു തുടങ്ങിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ സെൻട്രലൈസേഷനെതിരായിട്ട് ഇപ്പൊ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് ചെയ്തതിനെ സംസ്ഥാന പട്ടികയിൽ നിന്നും വിദ്യാഭ്യാസത്തെ എടുത്ത് സമവർത്തി പട്ടികയിലേക്ക് മാറ്റിയതിനെയാണ് ഇപ്പൊ ഫലത്തിൽ കേന്ദ്ര പട്ടികയിലുള്ളതുപോലെയാണ് നരേന്ദ്രമോദി ഇത് കൈകാര്യം ചെയ്തത്. അപ്പൊ അതിനെതിരായിട്ടുള്ള സമരം ഇനിയും തുടർന്നു പോകണം. അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. രണ്ട്, വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുള്ള നീക്കവും കമേഴ്സ്യലൈസ് ചെയ്യാനുള്ള, കച്ചവടവൽക്കരിക്കാനുള്ള നീക്കമാണ്. ഇതിന് രണ്ടിനെയും നഖശിഖാന്തം എതിർക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പം ഈ PM ശ്രീയിലെല്ലാം പറയുന്ന മിക്കവാറും കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിർവഹിച്ചതാണ് വിദ്യാഭ്യാസ രംഗത്ത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലാബറട്ടറികൾ, ലൈബ്രറികൾ, ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം തീരാൻ പോവുകയാണ്. അപ്പൊ തീരാൻ പോകുന്ന ആ പദ്ധതിയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ MOU വന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വിദ്യാഭ്യാസ പദ്ധതികൾക്കുമുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം തരേണ്ടത് കണ്ണിൽ ചോരയില്ല നിഷേധിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല, മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ ഇത് മറികടക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് ഇപ്പോ ഈ MOU സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം അവിടെ പോയി ചർച്ച ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇവരീ പറയുന്നത് എന്തെങ്കിലും ഒപ്പിട്ട് കഴിഞ്ഞാൽ നടപ്പാക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഒരു ഉദാഹരണം മാത്രം പരിശോധിച്ചാൽ മതി. PM ഉഷ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്നതിന്റെ സമാനമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യാനുള്ളതാണ്. അവിടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ, ഈ അപകടം പിടിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞതെന്താ, 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. ആ 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കേന്ദ്രം NEPയുടെ ഭാഗമായി പറയുന്നത് 1 വർഷം മാത്രം അത് ചേർന്നിട്ട് പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, 2 വർഷം പഠിച്ചിട്ട് പോകുന്നവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും, 3 വർഷം പഠിച്ചു കഴിയുന്നവർക്ക് പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും, 4 വർഷം കഴിഞ്ഞാൽ ഓണേഴ്സിന് തുല്യമായിട്ട് വിദേശത്തുമൊക്കെ പോവാം. കേരളത്തിൽ ഇതേ അല്ല നടപ്പാക്കിയിട്ടുള്ളത്. ഇങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പോലുള്ള പരിപാടിയില്ല. ശ്യാം മേനോൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ മുൻ വൈസ് ചാൻസലർ ഇവിടുത്തെ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉള്ളടക്കം തയ്യാറാക്കിയിട്ടുള്ളത്. അത് അന്ന് ഒപ്പിട്ടിട്ടുണ്ട്. പ്രൊഫസർ ബിന്ദു പിന്നെ ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് ഒപ്പിട്ടിട്ടാണ് ഈ PM ഉഷ നടക്കുന്നത്. BJPയുടെ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വല്ല വർഗീയവൽക്കരണവും പാഠപുസ്തകത്തിലൂടെ കടന്നുകൂടിയിട്ടുണ്ടോ? ഇല്ല. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒപ്പിടുമ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയതയുടെ പിടിയിൽപ്പെടാതെ തടുത്തു നിർത്താൻ കഴിയും.
കച്ചവടവൽക്കരണത്തിന്റെ പിടിയിൽ നിന്നും തടുത്തു നിർത്താൻ കേരളത്തിൽ ഗവൺമെന്റിന് കഴിയും. ആ ഉറപ്പോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് CPI സുഹൃത്തുക്കൾക്ക് ഉത്കണ്ഠയുണ്ട്. അത് സംസ്ഥാന സെക്രട്ടറി എന്റെ സുഹൃത്ത് സഹ ബിനോയ് വിശ്വംഭരനും പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. അതിന് കേരളത്തിലെ രണ്ടു പാർട്ടികളുടെ നേതൃത്വം ചർച്ച ചെയ്യും, മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. വർഗീയവൽക്കരണത്തിനും കച്ചവടവൽക്കരണത്തിനും എതിരായിട്ടുള്ള ഉറച്ച നിലപാട്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്ന് രണ്ട് പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം രാജ്യവുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അപ്പൊ അത് എങ്ങനെ കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നടപ്പാക്കാമെന്നുള്ള കാര്യം ഇരു പാർട്ടികളും, അതിനു പുറമെ LDFൽ മറ്റ് ഘടക പാർട്ടികളുമുണ്ട്, അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ അവസരം അവർ ഉപയോഗപ്പെടുത്തും. ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് താങ്കൾ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസത്തിന് പരിഹാരം കണ്ടെത്താൻ ഇരു പാർട്ടികളും ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്താം. എല്ലാരും പോയിട്ട് അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനൊരു പരിഹാരം മാധ്യമങ്ങള് ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിൽ സഹകരിക്കണം. അതും നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിൽ സഹകരിക്കുക തൽക്കാലം. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PM ഉഷ എന്ന് പറയുന്ന പദ്ധതി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് CPMന് നല്ല അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഈ ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഒരു വർഗീയവൽക്കരണം ഉണ്ടാവില്ല. ഈ NEP എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച വേറൊരു സംസ്ഥാനമില്ല. ആ പാഠപുസ്തകങ്ങളെല്ലാം നിങ്ങൾ എടുത്ത് നോക്കൂ, അതിനകത്ത് എവിടെയെങ്കിലും വർഗീയതയുണ്ടോ എന്ന്. ശരി, വളരെ നന്ദി. ഇത്രയും മതി.